നമുക്ക് ഇന്നത്തെ BTCയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത്. BTCയിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇന്നലത്തെ ക്യാൻഡിലിന്റെ ഹൈനെ അപ്രോച്ച് ചെയ്തിട്ട് ഒന്ന് താഴോട്ടേക്ക് വീണ്ടും വരുന്നുണ്ട്. ഒരുപക്ഷെ ഒരു നല്ല സപ്പോർട്ട് എടുക്കാനായിരിക്കും വരുന്നുണ്ടാവുക. അതെവിടം വരെ വരാം എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് ഈ ഒരു ക്യാൻഡിലിന്റെ ഹൈ വരെ വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് വന്നാൽ ഇവിടേക്ക് ഇറങ്ങാം. വീണ്ടും കുറച്ചുകൂടി താഴോട്ടേക്ക് ഇറങ്ങിയാൽ ഇവിടേക്ക് ഇറങ്ങാം. അങ്ങനെ 3 ഏരിയാസ് ആണ് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിലോട്ട് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് റെസിസ്റ്റൻസ് ഇല്ല. എന്നിരുന്നാലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു റേഞ്ച് എന്ന് പറയുന്നത് 1,22,000 ആണ്. ആ റേഞ്ചിലേക്ക് നമുക്ക് വെക്കാം. അപ്പൊ ഇത്രയാണ് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. വൺ അവറിലേക്ക് വരുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വലിയൊരു FEG ഉണ്ട്. ആ ഒരു FEGനെയാണ് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ പ്രൈസ് റേഞ്ച് ഒന്ന് നോക്കാം. 113,950 ആൻഡ് 115,224. അടുത്തത് ഒരു സപ്പോർട്ട് ഏരിയയാണ്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നത് 116,422 ആൻഡ് 117,004. അടുത്തത് അടുത്ത സപ്പോർട്ട് ഏരിയയാണ്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് 118,828 ആൻഡ് 118,246. ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 1 അവറിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോവാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് 50 മിനിറ്റ്സിന്റെ പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് ഉണ്ട്. അത് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഈ ലെവല് അത്യാവശ്യം പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ്, സപ്പോർട്ട് ഏരിയയാണ്. അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മളിപ്പോ നേരത്തെ വരച്ചിരിക്കുന്ന സപ്പോർട്ട് ഏരിയ, അതായത് ഈ ഒരു ലോ ഉള്ള ഏരിയയുടെ താഴെയും അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ്. നോക്കിയാൽ കാണാം ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് വന്നതാണ്. അപ്പോൾ അതൊരു പക്ഷേ മാർക്കറ്റ് 50 മിനിറ്റ്സിൽ കുറച്ചൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ ഒരു ലെവലിലേക്ക് വരാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് 50 മിനിറ്റ്സിൽ മാർക്ക് ചെയ്ത് വെക്കുന്നത്. ഇനി താഴോട്ടേക്ക് നോക്കുകയാണെങ്കിൽ വേറെ ഉണ്ട്. ഇവിടെ എല്ലാം ഉണ്ട്. ഇവിടേക്ക് ഓൾറെഡി നമ്മൾ അതിന്റെ തൊട്ട് താഴെ ഒരു സപ്പോർട്ട് ഏരിയ വരച്ചതുകൊണ്ടാണ് മാർക്ക് ചെയ്യാത്തത്. എന്നിരുന്നാലും ഇപ്പോൾ ഒരിക്കൽ കൂടിയിട്ട് മാർക്ക് ചെയ്യാം. ഇനി എൻട്രി സാധ്യത എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇവിടെ മൾട്ടിപ്പിൾ ടച്ച് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിൽക്കുന്നത്. സോ അതിനർത്ഥം മാർക്കറ്റ് ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുക്കാം എന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ മാർക്കറ്റ് എത്താൻ സാധ്യത നിയറസ്റ്റ് എന്ന് പറയുന്ന ലെവല് ഈ ഒരു ലെവലിലേക്കാണ് എത്താൻ സാധ്യത കാണുന്നത്. അതിന്റെ ഒരു കളർ ഒന്ന് മാറ്റിയിടുന്നുണ്ട്. ആ ലെവലിലേക്ക് മാർക്കറ്റ് വന്നതിന് ശേഷം ഒരുപക്ഷെ ചിലപ്പോൾ ഒന്ന് ഇവിടെ നിന്നൊരു കൺഫർമേഷൻ തരാം. കൺഫർമേഷൻ തന്നാലും എൻട്രി അവിടെ നിന്ന് കൺഫർമേഷൻ ഒന്നും എടുക്കരുത്. കാരണം ഇതിന്റെ മുകളിലോട്ട് കയറി നല്ലൊരു കൺഫർമേഷൻ തന്നാൽ മാത്രമേ എടുക്കാൻ പാടുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് എടുത്താൽ നേരത്തെ പറഞ്ഞ ടാർഗറ്റിലേക്ക് എത്താനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റ് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങാം. താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഈ പ്രധാനപ്പെട്ട ഏരിയാസിലേക്ക് ഏതെങ്കിലും ഒന്നിൽ ഇവിടെ നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നോ ഒരു നല്ലൊരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ നമുക്ക് വീണ്ടും ഒരു ബൈ എൻട്രി എടുക്കാം. ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നിന്ന് താഴോട്ടേക്ക് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഓടി കയറി ചാടി എടുക്കരുത്, സെൽ എൻട്രി എടുക്കരുത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ ഏരിയ ആണ് ഈ ലെവല്. അതുപോലെ നോക്കിയാൽ കാണാം ഇതും 50 മിനിറ്റ്സിന് വളരെ ഇമ്പോർട്ടന്റ് ആയ ലെവലാണ്. ഇവിടെയും 50 മിനിറ്റ്സിന്റെ ഇമ്പോർട്ടന്റ് ആയ ലെവലാണ്. ഇവിടേക്കൊക്കെ വരുന്ന സമയത്ത് ഏത് സമയത്തും മാർക്കറ്റ് 1-2 ക്യാൻഡിൽ തന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് തന്നെ കയറി പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കുക. ഇനി എടുക്കാൻ പറ്റുന്ന മറ്റൊരു സിനാരിയോ എന്ന് പറയുന്നത് വലിയൊരു വീഴ്ച വന്നിട്ട് വലിയൊരു എൻഗൾഫിംഗ് ക്യാൻഡിലോട് കൂടിയോ അല്ലെങ്കിൽ വലിയൊരു FEGയോട് കൂടിയോ വരികയാണെങ്കിൽ ചെറിയ റീടെസ്റ്റിലേക്ക് അങ്ങോട്ട് വരുന്ന റീടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി അവിടെ നിന്ന് നോക്കാം. അങ്ങനെയാണെങ്കിൽ
മാർക്കറ്റ് ഏറെക്കുറെ ഈ സ്ട്രോങ് ആയിട്ടുള്ള 1 ഹവറിന്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് എത്താവുന്നതാണ്. വീണ്ടും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന FEG എത്താം. പക്ഷെ 1 ഹവറിന്റെ സപ്പോർട്ട് ഏരിയയിലേക്ക് എത്തിയതിനു ശേഷവും നോക്കുക, താഴോട്ടേക്ക് നോക്കുക. ഈ ഒരു ലെവൽ എന്ന് പറയുന്നത് ഒരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ലെവലാണ്. അപ്പൊ FEG എത്തുന്നതിനേക്കാൾ മുന്നേ തന്നെ ചിലപ്പോൾ ഒരു ചെറിയൊരു മൂവ്മെന്റ് മുകളിലോട്ട് തന്നിട്ട് വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങിയിട്ടായിരിക്കും FEG എടുക്കുന്നുണ്ടാവുക. അതും നോട്ട് ചെയ്ത് വെക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ BTCയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ്. ട്രേഡ് എടുക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായി ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടേക്ക് വരുന്ന സമയത്ത് മാർക്കറ്റ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ളതാണ് ആദ്യം നോക്കേണ്ടത്. അല്ലാതെ ബ്ലൈൻഡ് ആയിട്ട് ഒരിക്കലും ട്രേഡ് എടുക്കരുത്.